أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും. 1ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഉസ്താദിൻ്റെ സ്നേഹനിധികളായ മക്കളെ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മളെ അള്ളാഹു സ്വാലിഹായ മക്കളാക്കട്ടെ. നിങ്ങൾ ആമീൻ പറയുന്നുണ്ടോ? ആമീൻ പറയണം. ഞാൻ ദുആ ചെയ്തപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ആമീൻ പറഞ്ഞോ? പറഞ്ഞു. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ ഇരുന്നിട്ട് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ബോർഡിലും നിങ്ങൾക്ക് ഞാൻ എഴുതി തന്നു, പുസ്തകത്തിലും ഞാൻ വായിച്ചു തന്നു. അത് നിങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഒരു പ്രാവശ്യം വായിക്കണം, ഉറക്കെ വായിക്കണം. എന്നതിൻ്റെ ശേഷമേ പുസ്തകം അടച്ചു വെക്കാവൂ എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? എല്ലാവരും വായിച്ചോ? നല്ല കുട്ടികളാണ് നിങ്ങൾ. ഉസ്താദിൻ്റെ സ്നേഹനിധികളായ പ്രിയപ്പെട്ട മക്കളാണ് നിങ്ങൾ. നമുക്ക് നല്ലതുപോലെ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ പഠിച്ച അക്ഷരങ്ങളിൽ നിന്ന് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. എല്ലാവരും റെഡിയാണ്. എല്ലാവരും റെഡിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ റെഡിയായത്? നല്ലതുപോലെ പഠിച്ചത് കൊണ്ട്, നല്ല കുട്ടികളായതുകൊണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ആവേശത്തോടെ ഉഷാറായിട്ട് ചോദിച്ചോളൂ ഉസ്താദേ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിന് നല്ല സന്തോഷമായി. ചോദിക്കാം. ലാം എന്ന് പറഞ്ഞ അക്ഷരത്തിന് ഞാൻ ലൊമ്മ് തൻവീൻ ചേർത്തു. ബോർഡിലുണ്ട്. ലാം ലൊമ്മ് തൻവീൻ ചേർത്തു. ലൊമ്മ് തൻവീൻ. ആർക്കാണത് വായിക്കാൻ അറിയാം? ഒരാള് അവിടെ നിന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ പതുക്കെ വായിക്കുക. ഒരാൾ പതുക്കെ ഇങ്ങനെ വായിക്കുക അക്ഷരങ്ങൾ. ലാ, ലീ, ലൂ. എന്നിട്ട് ഉറക്കെ പറയാ ലുൻ. പറഞ്ഞത് ശരിയാ, വായിച്ചതും ശരിയാ. പക്ഷേ ആള് ആദ്യം തൊട്ട് ഇങ്ങനെ വായിച്ചു നോക്കുക. നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾ ലാം ഞാൻ എഴുതിയത് കണ്ടോ? ബോർഡിൽ ലൊമ്മ് തൻവീൻ ചേർത്തത് കണ്ടോ നിങ്ങൾ? എന്താണത് വായിക്കുക എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഉടനെ പറയും ലുൻ.
നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾ ഉടനെ പറയും ലുൻ. പറയൂലേ? പറയും. വീണ്ടും ഞാനൊരു അക്ഷരം ബോർഡിൽ എഴുതി, കാഫ്. എന്നിട്ട് ഞാൻ കെസ്ർ ചേർത്തു. ബോർഡിലേക്ക് നോക്കണം. കാഫ്, കെസ്ർ ചേർത്തു. ആർക്കാണ് ഇത് വായിക്കാൻ അറിയാം എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതാ എല്ലാവരും ആവേശത്തോടെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും അത് വായിക്കാൻ അറിയാം. കി എന്നാണ് അത് വായിക്കുന്നത്. വീണ്ടും ഞാൻ ബോർഡിൽ ഒരു അക്ഷരം എഴുതി. ആർക്കാണ് അത് വായിക്കാൻ അറിയാം? അവിടെ ഫത്ത്, കെസ്ർ, ലൊമ്മ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. എല്ലാവർക്കും അറിയാം നിങ്ങൾ നല്ല കുട്ടികളാണ്. കാഫ്. നിങ്ങളെല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ്. കാഫ് എന്നാണ് അത് വായിക്കുന്നത്. നിങ്ങളൊക്കെ നല്ലതുപോലെ പുസ്തകം വായിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ പഠിച്ചതുപോലെ നമ്മൾക്കെല്ലാവർക്കും ഇന്ന് ഒരിക്കൽ കൂടെ അതുപോലത്തെ അക്ഷരങ്ങൾ, നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ, പണ്ട് പഠിച്ച അക്ഷരങ്ങൾ വീണ്ടും ഞാൻ ബോർഡിൽ എഴുതി കാണിക്കുന്നു. നിങ്ങൾ ബോർഡിലേക്കാണ് വീണ്ടും നോക്കേണ്ടത്. ഉസ്താദിന് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ബോർഡിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വീണ്ടും വീണ്ടും എഴുതി കാണിക്കുന്നത്. ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മക്കൾ നല്ലതുപോലെ പഠിക്കാനാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ എഴുതിയത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ വായിക്കണം. എന്താ വായിക്കുക? അതെ, മാ എന്നാണ് വായിക്കുക. വീണ്ടും ഞാൻ എഴുതി മീ എന്നാണ് വായിക്കുക. വീണ്ടും ഞാൻ എഴുതി മു എന്നാണ് വായിക്കുക. വീണ്ടും ഞാൻ എഴുതി മുൻ എന്നാണ് വായിക്കുക. തൊട്ടടുത്ത് ഞാൻ എഴുതി, ശ്രദ്ധിക്കണേ, മീം. മീം. തൊട്ടടുത്ത് ഞാൻ എഴുതി അം. അം. നിങ്ങൾക്ക് മനസ്സിലായോ? ആ പണ്ട് പഠിച്ചതാ. മീമിന് സുക്കൂൻ ചേർത്തിട്ട് നമ്മൾ അം പഠിച്ചു. എന്നാണ് നമ്മൾ മാ പഠിച്ചത്? മാ എന്ന് പറഞ്ഞ അക്ഷരം ഏത് പാഠത്തിലാണ് നമ്മൾ പഠിച്ചത്? അതേ, പണ്ട് പഠിച്ചിട്ടുണ്ട്. പടച്ചോനെ, നിങ്ങളത് മറന്നോ? അതാ നമ്മൾ ഇന്നാൾ പാട്ടൊക്കെ പാടിയിട്ട് അല്ലേ, ഉമ്മ നമ്മളെ കുട്ടിനെ ഉറക്കുമ്പോൾ അല്ലേ, അതെന്നെ താലോലം പാട്ടൊക്കെ പാടിയിട്ട് തൊട്ടിലിൽ കിടത്തിയിട്ട് ഉറക്കൂലേ? ആ പാട്ട് പാടുമ്പോൾ നിങ്ങൾ അതാ അപ്പം എല്ലാവർക്കും ഓർമ്മയായി. മഹ്ദുൻ അല്ലേ, ഉമ്മാൻ്റെ മോന് രാരോ, ഒരു പാട്ട് പാടിയില്ലേ നമ്മൾ? അത് മഹ്ദുൻ അന്ന് പഠിച്ചതാ. പണ്ട് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മാ ഓർമ്മയുണ്ടോ? മീ, മൂ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അന്ന് പഠിച്ച അക്ഷരങ്ങളാണ് ഇപ്പോൾ നമ്മൾ ബോർഡിൽ എഴുതിയത്. മീം എഴുതിയിട്ട് ഫത്ത് ചേർത്തു. മീം എഴുതിയിട്ടോ കെസ്ർ ചേർത്തു. മീം എഴുതിയിട്ടോ ലൊമ്മ് ചേർത്തു. മീം എഴുതിയിട്ട് ലൊമ്മ് തൻവീൻ ചേർത്തു. ഒന്നും ചേർത്തില്ല. ഒരക്ഷരം നോക്കിയാൽ നിങ്ങൾ അതിനടുത്ത് മീം, തൊട്ടടുത്ത് അം. മീമിന് സുക്കൂൻ ചേർത്തുകൊണ്ട് അം. ഇനി നിങ്ങൾക്ക് അതുപോലത്തെ ഒരക്ഷരം, നമ്മൾ പണ്ടൊരു പാഠത്തിൽ പഠിച്ച ഒരക്ഷരമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ആർക്കാണ് അത് വായിക്കാൻ അറിയാം? ഞാൻ ചോദിക്കും. ബോർഡിലേക്ക് ശ്രദ്ധിക്കും. നൂനിന് സുക്കൂൻ ചേർത്തുകൊണ്ട് നമ്മൾ എന്താ വായിച്ചത്? ബോർഡിലുണ്ട്. അൻ എന്നാണ് വായിച്ചത്. നിങ്ങൾ ആരും മറക്കരുത്. വീണ്ടും ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വാവ് എഴുതി ഞാൻ ഫത്ത് ചേർത്തു. വാവ് എഴുതിയിട്ട് കെസ്ർ ചേർത്തു. ബോർഡിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നോക്കണം. വാവ് എഴുതിയിട്ട് ലൊമ്മ് ചേർത്തു. വാവ് എഴുതിയിട്ട് ലൊമ്മ് തൻവീൻ ചേർത്തു.
വാവ് എഴുതി, ഒന്നും ചേർത്തില്ല. വീണ്ടും ഔ എന്നെഴുതി. ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. ഔ എന്നെഴുതി. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. എല്ലാവരും കൈവച്ചിട്ട്, എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിച്ചിട്ട് അതാ വായിച്ചോളൂ. വാ. നമ്മൾ ഫത്തഹ് ചേർത്തു, കസ്ർ ചേർത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ? അതാ ആദ്യത്തെ അക്ഷരം വാ. വി, വു, വുൻ, വാവ്, ഔ. നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ഉസ്താദിന്റെ കൂടെ ഒരുമിച്ച് വായിക്ക്. ബോർഡിലേക്ക് നോക്കിയിട്ട് വായിക്ക്. വാ, വി, വു, വുൻ, വാവ്, ഔ. നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാണ് നമ്മൾ വാന്ന് പറഞ്ഞ അക്ഷരം പഠിച്ചത്? അത് നല്ല മണമുള്ള, നല്ല ഭംഗിയുള്ള റോസാപ്പൂവിൻ്റെ പാഠം പഠിച്ചപ്പോൾ. ഏതാണ് റോസാപ്പൂവിൻ്റെ അറബിയിലുള്ള പേര്? അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് വർദുൻ. നിങ്ങൾ നല്ല കുട്ടികളാണ്. വർദുൻ എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വാ, ബോർഡിലേക്ക് നോക്കണം. വാ, വി, വു, വുൻ, വാവ്, ഔ. വായിക്കാൻ വല്ല പ്രയാസവും? ഒരു പ്രയാസവുമില്ല. വളരെ എളുപ്പത്തിൽ വായിക്കാം. നിങ്ങളൊക്കെ ഇപ്പോൾ വലിയ കുട്ടികളായി. പഠിച്ച് പഠിച്ച് വലിയ കുട്ടികളും മിടുക്കന്മാരും മിടുക്കികളുമായി. ബോർഡിലേക്ക് ശ്രദ്ധിക്കണം. ഞാൻ ഹ എന്ന് എഴുതിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഹി എന്ന് എഴുതിയിട്ടുണ്ട്. ഹു എന്ന് എഴുതിയിട്ടുണ്ട്. തൊട്ടടുത്തോ ഹുൻ എന്ന് എഴുതിയിട്ടുണ്ട്. തൊട്ടടുത്ത് ഹ എഴുതിയിട്ടുണ്ട്. തൊട്ടടുത്ത് മഹ്ദുൻ. തൊട്ടടുത്ത് മഹ്ദുൻ. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണം. ഹ, ഹി, ഹു, ഹുൻ, ഹ, മഹ്ദുൻ. മഹ്ദുൻ എന്നാ നമ്മൾ മഹ്ദുൻ പഠിച്ചത്? അതെ. ഹാന്ന് എന്നാ പഠിച്ചത്? ഹാന്ന് നമ്മൾ എന്നാ പഠിച്ചത്? അത് തന്നെ ജഗ്ഗിൻ്റെ പാഠം പഠിച്ചപ്പോൾ, ഹജ്മുൻ പാഠം പഠിച്ചപ്പോൾ. നിങ്ങൾ നല്ല കുട്ടികളാ, നിങ്ങൾ ആരും അത് മറന്നിട്ടില്ല. ഹജ്മുൻ പാഠം പഠിച്ചപ്പോൾ നമ്മൾ ഹാ പഠിച്ചു, ഹി പഠിച്ചു, ഹു പഠിച്ചു, എല്ലാതും പഠിച്ചിട്ടുണ്ട്. നല്ല കുട്ടികൾ. എന്നാണ് പഠിച്ചത് നിങ്ങൾക്കറിയാം? അതാ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ആരും അതെ ശബ്ദം ഉണ്ടാക്കരുത്. നല്ല കുട്ടികളായിട്ടിരിക്കണം. യാ എന്ന് നമ്മൾ എന്നാ പഠിച്ചത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. യദുൻ എന്ന പാഠം പഠിച്ചപ്പോൾ യാ പഠിച്ചു. ഞാൻ ബോർഡിൽ അതൊന്ന് എഴുതാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക്. ആദ്യത്തെ അക്ഷരം യാ, രണ്ടാമത്തെ അക്ഷരം ഈ, മൂന്നാമത്തെ അക്ഷരം യു, നാലാമത്തെ അക്ഷരം യുൻ, പിന്നെയോ യാ, പിന്നെയോ ഐ. ഐ. യാഇന് സുക്കൂൻ ചേർത്തു. യാഇന് സുക്കൂൻ ചേർത്തു. യാഇന് സുക്കൂൻ ചേർത്തുകൊണ്ട് നമുക്ക് വീണ്ടും വേറെയും വാക്കുകളൊക്കെ പറയാം. ബോർഡിലേക്കൊന്ന് നോക്കിക്കോ. യാഇന് സുക്കൂൻ ചേർത്തുകൊണ്ട് ഐ എന്ന് ബോർഡിൽ നിങ്ങൾ കണ്ടോ? ഇനി വേണമെങ്കിൽ നമുക്ക് കൈ, അതാ ബോർഡിലുണ്ട്. യാഇന് സുക്കൂൻ ചേർത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കൈ. നിങ്ങൾക്ക് ഇഷ്ടമായോ? കൈ. വീണ്ടും അതാ പിന്നെ യാഇന് സുക്കൂൻ ചേർത്തുകൊണ്ട് മൈന. ബോർഡിലേക്ക് ശ്രദ്ധിക്കണേ. മൈന. യാഇന് സുക്കൂൻ ചേർത്തുകൊണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ യാഇന് സുക്കൂൻ ചേർത്തുകൊണ്ട് വേറെയും വാക്കുകൾ ഉണ്ടാക്കാം. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കുന്നു. ബോർഡിലേക്ക് ശ്രദ്ധിക്കുന്നു. യദുൻ പഠിച്ച അന്ന് പഠിച്ച അക്ഷരങ്ങളാണ് നമ്മൾ
വായിക്കാൻ പോകുന്നത്. ഇതാ നമ്മൾ പഠിച്ചില്ലേ, ഒന്നും ഒന്നും രണ്ടാണ്, നമുക്ക് കൈകൾ രണ്ടാണ്. യദുൻ പാഠം പഠിച്ചപ്പോൾ യാ, ബോർഡിലേക്ക് നോക്ക്, യാ, ഈ, യു, യുൻ, യാ, ഐ. യാന് നമ്മൾ ഫത്തഹ് ചേർത്താൽ യ, അത് നിങ്ങൾക്ക് അറിയാം, ഇനി പറയേണ്ടതില്ല. ഒന്നും ചേർത്തില്ലെങ്കിലോ യാ. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളിപ്പോൾ പഠിച്ച അക്ഷരങ്ങൾ നമുക്ക് പുസ്തകത്തിലൊന്ന് വായിക്കണ്ടേ? എല്ലാവരും നമ്മുടെ പുസ്തകം ഒന്ന് മറിച്ചെടുക്ക്. പുസ്തകം മറിച്ചെടുത്തിട്ട് കൈവെക്ക്. ആരുടെ മുമ്പിലും സങ്കോചം കൂടാതെ ആരെയും ചൂണ്ടി കാണിക്കും ഞാൻ. കൈവെക്ക്. ആദ്യത്തെ അക്ഷരം ഞാനിങ്ങനെ വായിക്കാം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വായിക്കണം. റെഡിയല്ലേ? നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? അതാ, സന്തോഷമായിട്ട് വായിച്ചോളൂ. മാ. കൈവെക്കണേ. ഓരോ അക്ഷരത്തിൻ്റെ കൂടെയും ഇതാ കൈ വേണം, കണ്ണ് വേണം, മനസ്സ് വേണം, ചെവി വേണം. ആ പാട്ട് നിങ്ങൾ മറന്നോ? മറക്കരുത് കേട്ടോ. മറന്നാൽ ഉസ്താദിന് സങ്കടമാകും. കണ്ണിനാലെ കാണണം, കൈവിരലോ വെക്കണം, ചെവിയിനാലെ കേൾക്കണം, മൗനമായി വായിക്കണം. മൗനമായി വായിക്കണം എന്ന് നമ്മൾ ക്ലാസ്സിൽ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് വായിച്ചാൽ മതി. ഇപ്പം നമുക്ക് ഉറക്കെ വായിക്കാം. എല്ലാവരും റെഡി ആയിക്കോളൂ. റെഡി? മാ, തൊട്ടടുത്ത് മീ, മൂ, മുൻ, മീം, അം. തൊട്ട് താഴെ നാ, നീ, നൂ, നുൻ, നൂൻ, അൻ. തൊട്ട് താഴെ വാ, വി, വു, വുൻ, വാവ്, ഔ. തൊട്ട് താഴെ ഹ, ഹി, ഹു, ഹുൻ, ഹാ, മഹ്ദുൻ. തൊട്ട് താഴെ യാ, ഈ, യു, യുൻ, യാ, ഐ. നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് പുസ്തകത്തിൽ നമ്മളിപ്പോൾ കൈവച്ചതുപോലെ വെച്ചിട്ട് ഉറക്കെ ഒരു പ്രാവശ്യം വായിച്ചിട്ടേ പുസ്തകം അടച്ചു വെക്കാവൂ. സമ്മതിച്ചല്ലോ? എല്ലാവരും അങ്ങനെ ചെയ്യുമല്ലോ? എല്ലാവരും അങ്ങനെ ചെയ്യണം. അങ്ങനെ ഒരു പ്രാവശ്യം ഉറക്കെ കൈവച്ചിട്ട് ഭംഗിയായിട്ട് വായിച്ചിട്ടേ പുസ്തകം അടച്ചു വെക്കാവൂ. വായിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം കൂടെ ചെയ്യണം. ഉമ്മയെ വിളിക്കുക. ഉമ്മയെ വിളിച്ചിട്ട് ഉമ്മയോട് പറയുക, ഞാൻ വായിക്കുന്നു. ഉമ്മ നോക്കുന്നു. അപ്പോൾ ഉമ്മ പറയും, നല്ല കുട്ടി, ഇങ്ങനെ വേണം പഠിക്കാൻ, നല്ല മോനാണ്, നല്ല മോളാണ് എന്ന് ഉമ്മ പറയും. അപ്പോൾ ഉമ്മയെ അടുത്ത് നിർത്തിയിട്ട് ഉറക്കെ അങ്ങോട്ട് വായിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ വായിച്ചതുപോലെ നല്ലതുപോലെ പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ലതുപോലെ നല്ല പാട്ടൊക്കെ പാടിയിട്ട് പഠിക്കണം. ഞാൻ നിങ്ങൾക്ക് ഇതാ ഓരോ വിരലിൻ്റെയും പാട്ട് പാടി തന്നു. ഇനി അടുത്തൊരു വിരലുണ്ട്. അതേത് വിരലാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഈ അക്ഷരങ്ങൾ മുഴുവനും നല്ലതുപോലെ വായിച്ച് പഠിച്ചാൽ നാളെ നിങ്ങൾക്ക് ഇതാ ഈ വിരലിൻ്റെ പാട്ട് പാടിത്തരും. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് നല്ലതുപോലെ പഠിക്കണം. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.